വീരണകാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ശ്രദ്ധേയമായി. കാട്ടാക്കട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീരണകാവ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം പട്ടകുളത്ത് നടന്നു. രോഗികൾക്ക് വീൽചെയർ വിതരണം, അർഹരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം, SSLC +2 വിജയികൾക്ക് അനുമോദനം എന്നിവ ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. വീരണകാവ് മണ്ഡലം പ്രസിഡന്റ് D. ലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം മുൻ ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി ഫൌണ്ടേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം ശ്രീമതി മറിയാമ്മ ഉമ്മൻചാണ്ടി നിർവഹിച്ചു. ചടങ്ങിൽ രോഗികൾക്ക് വീൽചെയറുകളും അർഹരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു. കൂടാതെ പഠനത്തിൽ മികവ് പുലർത്തിയ 10 വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും സമ്മാനിച്ചു. ക്യാൻസർ ബാധയെ തുടർന്ന് രക്ഷിതാവിനെ നഷ്ടപ്പെട്ട 2 കുടുംബങ്ങളിലെ കുട്ടികളുടെ SSLC വരെയുള്ള പഠനച്ചെലവ് ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ ഏറ്റെടുക്കുമെന്ന് ശ്രീമതി മറിയാമ്മ ഉമ്മൻചാണ്ടി ചടങ്ങിൽ അറിയിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. ജലീൽ മുഹമ്മദ്, DCC ജനറൽ സെക്രട്ടറി CR ഉദയകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് C. ജ്യോതിഷ് കുമാർ, പൂവച്ചൽ മണ്ഡലം പ്രസിഡന്റ് കട്ടക്കോട് തങ്കച്ചൻ, കള്ളിക്കാട് മണ്ഡലം പ്രസിഡന്റ് ഭുവനേന്ദ്രൻ, DCC അംഗങ്ങളായ S. V. ഗോപകുമാർ, MS. മോഹൻലാൽ, സന്ധ്യ, പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമല ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഗോപു നായർ, പ്രദീപ് നാരായണൻ, പഞ്ചായത്ത് അംഗം കുറ്റിച്ചൽ സുനിൽകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ലാലിനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തിൽ കൃത്യമായി അഭിനന്ദിക്കാൻ ആദ്യം ഈ അവസരം വിനിയോഗിക്കുക. കാരണം കോൺഗ്രസിന്റെ യോഗങ്ങൾ ഇതുപോലെയുള്ള ഉമ്മൻചാണ്ടി സാർ അനുസ്മരണ പരിപാടി ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുമ്പോൾ തന്നെ നൂറുകണക്കിന് ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. എല്ലാ പ്രദേശങ്ങളിലും അത് പാർട്ടിയുടെ ഒരു ആഹ്വാനമില്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്ന ആ ദിവസങ്ങളിൽ വളരെ വലിയ പരിപാടികളാണ്, വിപുലമായ പരിപാടികളാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട്. ഇതിൻ്റെ ഉമ്മൻചാണ്ടിയുടെ ഈ വിട്ടുപോയ 3 വർഷം തികയുമ്പോൾ നിങ്ങളെല്ലാവരെയും ഇങ്ങനെ വന്നു കൂടി, ആത്മാർത്ഥമായിട്ട് വന്നു കൂടി ഒരു അനുസ്മരണം നടത്തുന്നത് എനിക്ക് ഒത്തിരി സംതൃപ്തി തരുന്നുണ്ട്. ഞാനൊരു 4ാമത്തെ ഭാര്യയാണ്. 1ാം ഭാര്യ പുതുപ്പള്ളിക്കാർ, 2ാം ഭാര്യ മലയാളികളെ എല്ലാവരും മനുഷ്യരായ എല്ലാവരും, 3ാം ഭാര്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, 4ാം ഭാര്യയാണ് ഞാൻ. അത് ഒരുപാട് സ്ത്രീ സഹോദരിമാർ ഇവിടെ ഇരിക്കുന്നതോട് ഞാൻ പറയാണ്, നിങ്ങൾ സമാധാനമായ സൗഹൃദത്തിൽ ജീവിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ